വലിയ ഉത്തരവാദിത്വമുള്ളവരാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളെ ഉത്തരവാദിത്വം ചെറുതല്ല. അവരുടെ ഉത്തരവാദിത്വം അവർ നിർവഹിക്കണം. അവർക്കറിയുന്ന ഇൽമ് ജനങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം. അവർ ഇൽമ് പഠിപ്പിക്കണം. അതേ, ഞാൻ ഇന്നൊരാൾ എന്നോട് പറഞ്ഞു മുദർരിസിനെ മാറ്റണമെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. എന്താ കാരണം എന്ന് ചോദിച്ചു ഞാൻ. അയാൾ വല്ലാതെ ലീവാകുന്നു എന്നാ ജനങ്ങൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, മുദർരിസിന് ഉത്തരവാദിത്വമുണ്ട്. കുട്ടികളെ കാലം കഴിക്കാൻ പറ്റൂല. അദ്ദേഹം കൃത്യമായി ക്ലാസ് എടുക്കണം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, മദ്രസയിലെ ഉസ്താദുമാർ സമയമാകുന്നതിന് മുമ്പ് മദ്രസയിലെത്തണം. അവർ കഴിവിന്റെ പരമാവധി ലീവ് എടുക്കാതെ സേവനം ചെയ്യണം. നിശ്ചയിക്കപ്പെട്ട ലീവും എടുക്കാതിരുന്നാൽ അതാണ് നല്ലത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ലീവ് എടുക്കാതെ ഒരു ഉസ്താദ് ജോലിയെടുത്താൽ ആ ഉസ്താദിന് ശമ്പളത്തിന്റെ പുറമേ നമ്മൾ പ്രസന്റേഷൻ കൊടുക്കണം, പ്രോത്സാഹനം കൊടുക്കണം കമ്മിറ്റിക്കാര്. അപ്പോഴാണ് അദ്ദേഹത്തിനും കൂടുതൽ ആവേശം ഉണ്ടാകും, മറ്റുള്ള ഉസ്താദുമാർക്കും ആവേശം ഉണ്ടാവും. അത് നമ്മക്ക് ലാഭമാണെന്ന് വെക്കരുത്. അതനുസരിച്ച് പ്രോത്സാഹനം കൊടുക്കണം. നല്ലത് ചെയ്യുന്നവരെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കണം. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അവിടെയും പറയട്ടെ, കുട്ടികളെ ഉത്തരവാദിത്വമുണ്ട് ഉസ്താദിന്. അതേ, ആ കുട്ടികളെ നന്നായി പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. അതവര് നിർവഹിക്കണം. ഒരുപാട് മഹല്ല് കമ്മിറ്റികൾ ഉണ്ടാകും, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആളുകൾ വെറുതെയല്ല പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആക്കിയത്. ആ പള്ളിയിലെ ബാത്റൂം നാറുന്നുണ്ടോ? അതേ, പള്ളിയിലെ ഹൗദിൽ വെള്ളമുണ്ടോ? പള്ളിയുടെ പരിസരം വൃത്തിയുണ്ടോ? പള്ളിയിൽ കൃത്യമായി ബാങ്ക് നടക്കുന്നുണ്ടോ? കൃത്യമായി ജമാഅത്ത് നടക്കുന്നുണ്ടോ? അതേ, ഞാൻ നേതൃത്വം നൽകുന്ന ജമാഅത്തിൽ അവിടെ അച്ചടക്കത്തോടെ ചെറുപ്പക്കാര് ജീവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ കമ്മിറ്റിയുടെ നേതാക്കൾ ഇടപെടേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ കല്യാണം നിശ്ചയിക്കാൻ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ട്, നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഖാദിയാരും ഉണ്ട്. പക്ഷേ നിക്കാഹിന്റെ സദസ്സിൽ നടക്കുന്ന കൂത്താട്ടങ്ങൾ, വിവാഹത്തിൽ നടക്കുന്ന ആഭാസങ്ങൾ, അവസാനം പോലീസുകാര് കയറി ലാത്തിച്ചാർജ് നടത്തേണ്ട ഗതികേടുകൾ ഈ സമുദായത്തിനുണ്ടാകാൻ പാടില്ല. സമുദായത്തിന്റെ വിഷയത്തിൽ നേതൃത്വം കൊടുക്കുന്നവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരിടപെടേണ്ടതുണ്ട്. ആഭാസം നടക്കുകയാണോ? ഞങ്ങളെ നിശ്ചയിക്കാൻ കിട്ടൂല, ഞങ്ങള് നേതൃത്വം കൊടുക്കാൻ കിട്ടൂല, നിക്കാഹിന് നമ്മളെ ഖാദിയാര് വരൂല. അങ്ങനെ പറയാനുള്ള ആർജവം കാണിക്കണം കമ്മിറ്റിയുടെ. അതാ ഭാരവാഹികൾ. ഞാൻ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാ പോരാ, സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞാ പോരാ. സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭകളുണ്ടല്ലോ, അതിലൊന്നിലധികം സഭകളുണ്ടല്ലോ കേരളത്തിൽ. അതിന്റെ ആലിമീങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു ആലിമ് വേറൊരു ആലിമിന്റെ ഗീബത്ത് പറയാൻ പാടില്ല. അപ്പുറത്തെ സംഘടനയിലുള്ളവര് ചീത്ത പറയുന്ന പണ്ഡിതനാകാൻ പാടില്ല. അപ്പുറത്തെ പണ്ഡിതനെ നിസ്സാരപ്പെടുത്തുന്ന പണ്ഡിതനാകാൻ പാടില്ല. മുസ്ലിമീങ്ങളെ ഈമാനും തഖ്വയും സംരക്ഷിക്കലാണ് പണ്ഡിതന്മാരെ ഉത്തരവാദിത്വം. അവരാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാകണം. അതേ, അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, കരാറ് പാലിക്കുന്നവരാകണം. അതോടുകൂടെ തന്നെ കരാറ് ലംഘിക്കുന്നവരാകാൻ പാടില്ല. ഉത്തരവാദിത്വ ബോധം സമൂഹത്തിലുള്ള എല്ലാ കക്ഷികൾക്കും ഉണ്ടാകണം.